അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ചിങ്ങാനം എന്ന് പറയുന്ന ഫിലിമിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെയാണ് പോയി സിനിമ കണ്ടത്. കൊള്ളാം. അപ്പൊ അച്ഛനോട് ചോദിച്ചു, തനിക്ക് ഇഷ്ടപ്പെട്ടോ സിനിമ? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. കൊള്ളാം, നല്ല നല്ല കാണാൻ പറ്റിയ ഫാമിലി മൂവിയാണ് കേട്ടോ. പക്ക ഫാമിലി മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് കുറച്ചും കൂടെ കോമഡി അങ്ങനത്തെ മൂവീസൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു സ്റ്റോറി, അങ്ങനെ വലിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നും മൂവിയിൽ എനിക്ക് തോന്നിയൊന്നുമില്ല. പിന്നെ നടിക്ക് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല, നടിയേ ഇല്ല, നടിക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ആ ഒരു എന്തോന്നാണ്, അത് ഭയങ്കര ആവശ്യമില്ലാത്തൊരു എലമെന്റ് ആയിട്ട് തോന്നി. നടിയില്ലെങ്കിൽ നടിയില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ. ആ ഒരു സ്റ്റോറി മാത്രം പറഞ്ഞു പോവുക, അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ. ഇത് പക്ഷെ നടി ഉണ്ടോന്ന് വെച്ചാൽ നടികളുണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അങ്ങനത്തേക്കൊരു നമുക്കത് ക്ലാരിഫൈ, നമുക്കത് അങ്ങോട്ട് മനസ്സിലാവൂല എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ ഓരോ ടൈം നോക്കുമ്പോൾ ഓരോ ഇതൊക്കെ അങ്ങനെയാണ്. ആ ഒരു പാർട്ടിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് കണ്ടു തന്നെ എല്ലാവർക്കും തോന്നും. അങ്ങനത്തേക്കൊരു മൂവി. പൊതുവെ എനിക്ക് അങ്ങനെ കോമഡി മൂവീസൊക്കെ അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ആക്ഷൻ, ഹൊററൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കോമഡി മൂവീസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബാക്കിയുള്ള മൂവീസിനേലും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ആലപ്പുഴ ചിങ്ങാനം. പിന്നെ കൊള്ളാം, നല്ലൊരു മൂവിയാണ്. പിന്നെ നമ്മള് ഫൈറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് പോയി കാണരുത്. ആ ഒരു ജോണറിലുള്ള മൂവീസ് ആണെന്ന് പറഞ്ഞ് മൂവിയാണെന്ന് പോയി കാണരുത്. കൊള്ളാം, എല്ലാ ഇടിയൊക്കെ നല്ല രസമാണ്. അതിന്റെ ലാസ്റ്റ് ഒരു ഇടിയുടെ അടിപൊളിയാണ്, നല്ല രസമാണ് ഇത് കാണാൻ. എന്തോന്നാ, നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും, അതുപോലെയൊക്കെ തന്നെ. പിന്നെ എന്തോന്നാണ്, ഓരോരുത്തർ ഇടിക്കുമ്പോഴും പുറത്തുനിന്നുള്ളൊരു വ്യൂവറായിട്ട് നമ്മുടെ നസ്ലിംഗ് കയറുമ്പോൾ നമ്മൾ ഇടിക്കുന്ന പോലെ, നമുക്ക് ഇടി കൊള്ളുന്ന പോലെയൊക്കെ അവർ നല്ല രീതിയിൽ അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് അവരത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. പിന്നെന്താ, അതിലൊരു പെണ്ണുണ്ട്, അടിപൊളിയാണ്. അത് ചിരിച്ചോണ്ട് ഫൈറ്റ് ചെയ്യും. നല്ല രസമാണ് ആ പെണ്ണിനെ കാണാൻ. എന്താണ്, അങ്ങനത്തേക്കൊരു അവർക്കിടയിലുള്ള ഫൈറ്റുകളും അവർക്കിടയിലുള്ള ഇതൊക്കെയും ഫ്രണ്ട്ഷിപ്പും. പിന്നെ അതിലൊരു കോച്ചുണ്ട്. നമ്മൾ ആദ്യം വിചാരിക്കും തീർന്ന്, ഇവരുടെ കാര്യം തീർന്ന് എന്നൊക്കെ തോന്നുന്ന ഒരു കോച്ച്. പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോ തോന്നും കോച്ച്, അയ്യോ പാവന്റെ രസമുണ്ടല്ലോ, ഇതിപ്പോ ഉള്ളതിനേലും ഭയങ്കര ഇതാണല്ലോ വന്നത് എന്നൊക്കെ തോന്നുന്ന ടൈപ്പ് ഒരു കോച്ചാണ്. പിന്നെന്താ, പൊതുവെ കൊള്ളാം, നല്ലൊരു ഇതൊക്കെയാണ്, നല്ലൊരു മൂവിയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എന്തായാലും വെർത്താണ്. പിന്നെ ഞങ്ങളിത് കാണാൻ പോയത് രാത്രി 12 മണിക്കാണ് കേട്ടോ. 12 മണിക്കുള്ള ഷോയ്ക്കാണ് ഞങ്ങൾ കാണാൻ പോയത് കെ സിനിമാസിൽ. ഞങ്ങള് എന്താണ്, അതിലും ഇത് തിയേറ്ററിലാണ് ഇത്തവണ കണി കണ്ടത്. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും കണിയൊക്കെ സെറ്റ് ചെയ്തു, നല്ല രസമായിട്ടൊക്കെ തിയേറ്ററിൽ കണി കണ്ടിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു ഇത്തവണ. കൊള്ളായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. കൊള്ളാം, നല്ലൊരു സിനിമയാണ്. അപ്പൊ എന്തായാലും പോയി തിയേറ്ററിൽ പോയി കാണുക. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത റിവ്യൂ ആയിട്ട് വേഗം വരാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ബൈ ബൈ.